الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ്. നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിച്ചം കാണിച്ചു തന്ന ആ പ്രവാചകന്റെ ജീവിതത്തിൽ വിമർശിക്കുവാനുള്ള ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഒരു ഭാഗങ്ങളോ നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ എണ്ണത്തിന്റെ ക്ലിപ്തതയുണ്ടല്ലോ. സുബഹിക്ക് 2 റക്അത്ത്, അതേ പ്രകാരം തന്നെ ഉച്ചക്ക് 4 റക്അത്ത്, അസ്റിന് 4 റക്അത്ത്, വൈകുന്നേരം 3 റക്അത്ത്, ഇശാഇന് 4 റക്അത്ത് എന്നുള്ള ഈ ക്രമം അത് നമ്മുടെ നേതാക്കൾ എന്ന് തോന്നിയാൽ അത് ഇസ്ലാമിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നത് പ്രവാചകന്റെ ചര്യ അതിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഫർളായ നിർബന്ധമായ കടമല്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ അതിലില്ല. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾ ചിലർ മാറ്റി നിർത്താറുണ്ട്, ചിലർ ചെയ്യാറുണ്ട്. പ്രവാചകന്റെ കാലശേഷം 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ആചാരങ്ങളെയും നമ്മുടെ സമുദായത്തിലെ അനുഷ്ഠാനങ്ങളെയും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് നന്മയാണ് എന്നല്ല. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അതേ മാനദണ്ഡ പ്രകാരം അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഓരോ മുസ്ലിം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ അവർക്ക് വിജയം സുനിശ്ചിതമെന്ന് നമ്മൾ പറയാറുണ്ട്. ലോകത്തിന്റെ ഓരോരോ ഭാഗം ആഫ്രിക്കയിലുള്ളവർക്ക് വേറൊരു ദൈവമോ അമേരിക്കയിലുള്ളവർക്ക് വേറൊരു ദൈവമോ എന്നതിലുപരിയായി വിശ്വമാനവികതയെ മുഴുവൻ സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവൻ ആളുകൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു പടച്ചവനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏകമാനവികതയിലേക്ക് അഥവാ അല്ലാഹുവിന്റെ യഥാർത്ഥ ദൈവത്തിന്റെ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഓരോ ഭാഗത്തുള്ളവർ ഓരോ ആചാരങ്ങൾ ചെയ്യട്ടെ. കേരളത്തിലുള്ളവർ ഇന്ന രൂപത്തിൽ സലാത്ത് ചെല്ലട്ടെ, നിസ്കരിക്കട്ടെ. മദീനയിലുള്ളവർ പ്രവാചകനെ വേറെ രൂപത്തിൽ ബഹുമാനിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിൽ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും മേഖലകൾ വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിലേക്കാണ് ഈ പ്രസ്ഥാനം ജനങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിന്റെ പുറത്തേക്ക് സമൂഹം വെച്ച് പുലർത്തുന്ന നല്ലതാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിന്റെ യുക്തിക്ക് നിരക്കാത്തത് കൊണ്ടല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ നാട്ടുകാരെറ്റുന്ന രൂപമാണ്. എന്നാലോ ഞാൻ ഈ പറഞ്ഞതുപോലെ മരിച്ച വീട്ടിൽ മാത്രമല്ല, ഒരാൾക്കൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ വന്നോളൂ ഇന്ന ജാറത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് പണമിടാൻ പ്രേരിപ്പിക്കുകയാണ്. ഇസ്ലാമിൽ ദിക്റുണ്ട്, തർക്കമുണ്ടോ ഇല്ല. പക്ഷേ ദിക്ർ ഹൽക്കകളും സ്വലാത്ത് ഹൽക്കകളും സംഘടിപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് പണം കൊണ്ടുവരാൻ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അതും പണത്തിൻ്റെ മേലിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, മദീനയിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാൻ, ആ പ്രവാചകന്റെ ഖബർ വെച്ച് പുലർത്താൻ, ആ പ്രവാചകന്റെ ഖബർ 1400 വർഷം കഴിഞ്ഞിട്ടും അവിടെ പോകാനോ സിയാറത്ത് ചെയ്യാനോ 5 പൈസയുടെ ചെലവില്ല. ആ ഭണ്ഡാരപ്പൊട്ടിയിൽ നിങ്ങൾ പണം നിക്ഷേപിക്കണ്ട, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചന്ദനത്തിരി കത്തിക്കണ്ട, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജാറം മൂടണ്ട, ആ ഖബർ മുത്തിമടക്കാമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. 5 പൈസയുടെ ചെലവും ആ പ്രവാചകൻ പഠിപ്പിച്ച ആചാരങ്ങൾക്കും വേണ്ട. പക്ഷേ ചെലവുണ്ടാക്കിയത് മുഴുവനും വിദേഹത്തിൻ്റെ ആളുകളാണ്. കാരണം അത് അവർ ഇതിലൂടെ ഉദ്ദേശിച്ചത് ചൂഷണമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശപ്രകാരം പ്രവാചകൻ പഠിപ്പിച്ചതാണ് എങ്കിൽ
പിന്നെ നമ്മളെ ചൂഷണം ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരില്ല. ദിക്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ദിക്ർ ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇസ്ലാമിലുള്ള ദിക്റല്ല പലപ്പോഴും ആളുകളെ കൊണ്ട് ചെല്ലിക്കുന്നത്. ഇസ്ലാമിലുള്ള സ്വലാത്ത ചെല്ലിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലുള്ള ദിക്റല്ല ആളുകളെ കൊണ്ട് ചെല്ലിക്കാറുള്ളത്. കാരണം എന്താ? ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് തരാം ഒരു ഉദ്ധരണി. ഇസ്ലാമിൽ നല്ല നല്ല ദിക്റുകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. ആ ദിക്റുകൾ നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നതാണ്. ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹ്, ചൊല്ലിക്കോ അല്ലാഹു അക്ബർ. ഈ രൂപത്തിൽ നല്ല നല്ല ദിക്റുകളുണ്ട്, നല്ല നല്ല മന്ത്രങ്ങളുണ്ട്, നല്ല നല്ല ദുആകളുണ്ട്. രോഗികൾക്ക് വേണ്ടി മന്ത്രിക്കാം. അതേ പ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് സമാധാനം ലഭിക്കാൻ നല്ല അർത്ഥങ്ങളുള്ള നല്ല നല്ല ദിക്റുകളുണ്ട്. പക്ഷേ ഇന്നോ ത്വരീക്കത്തിൻ്റെ ആളുകളെ ഓശാന പാടിക്കൊണ്ട് അവർ പഠിപ്പിക്കുന്ന ദിക്റുകളൊക്കെ ചൊല്ലിയപ്പോൾ ഇസ്ലാമിൻ്റെ ആശയത്തെ പോലും തകർക്കുന്ന ദിക്റുകളാണ് കടന്നു വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2006 മാർച്ചിലിറങ്ങിയൊരു സുന്നി വോയിസാണിത്. ഈ സുന്നി വോയിസിലൊരു പരാമർശം ചില ദിക്റുകളെ പറ്റി കാണാം. അതിൻ്റെ 24-ാമത്തെ പേജിൽ കാണാം. ശരീഅത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളന്നു നോക്കിയിട്ടാണ് ഒരാൾ യഥാർത്ഥ സൂഫിയാണോ എന്ന് വിലയിരുത്തുന്നത്. എന്നിട്ടിങ്ങനെ വിശദീകരിക്കുകയാണ്. ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാത്ത മൻസൂർ ഹല്ലാജ് എന്ന ദിവ്യാനുരാഗിയിൽ നിന്ന് ഉതിർന്നു വീണ അനൽ ഹക്കും അബൂ യസീദിൽ ബിസ്താമിയിൽ നിന്ന് കേട്ട സുബ്ഹാനിയും മുഹിദ്ദീൻ ഇബ്നു അറബിയിൽ നിന്ന് ഞാനാണ് അല്ലാഹും യമനി പണ്ഡിതരോട് സൂഫിയായ അബ്ദുൽ ഖൈസ് പറഞ്ഞ എൻ്റെ ദാസൻ്റെ ദാസന്മാരെ എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് എന്ന വചനവുമെല്ലാം. ഇങ്ങനെയുള്ള വചനുണ്ട്. നമ്മുടെ ആ മൗലിദ് കിതാബിൽ ചില ദിക്ർ കാണാം. ഹാ ഹൂ ഹീ ഹയ്യുൻ, അതൊരു ദിക്റാണ്. അല്ലാ അല്ലാ എന്നുള്ളൊരു ദിക്റാണ്. ഹൂ ഹൂ എന്നുള്ളൊരു ദിക്റാണ്. ഇങ്ങനെ കുറേ ദിക്റുകൾ ഇപ്പോഴും നമ്മുടെ മൗലിദ് കിതാബിൽ കാണാം. ഈ മൗലിദ് കിതാബിലുള്ള ഇത്തരം ദിക്റുകളും പിന്നെ സുബ്ഹാനി എന്നൊരു ദിക്റുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ തന്നെ പരിശുദ്ധനാക്കുന്നു. അനല്ലാ എന്നൊരു സൂഫി ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതാരാ? മൻസൂർ ഹല്ലാജ്. അദ്ദേഹം അനൽ ഹക്ക് എന്ന് പറഞ്ഞു. അബൂ യസീദ് അൽ ബിസ്താമി പറഞ്ഞു സുബ്ഹാനി എന്ന് പറഞ്ഞു. മുഹിദ്ദീൻ ഇബ്നു അറബി പറഞ്ഞു ഞാനാണ് അല്ലാ, അനല്ലാ, അതൊരു ദിക്റാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്ക്ക് പകരം സുബ്ഹാനി എന്ന് പറഞ്ഞു. ഈ രൂപത്തിലുള്ള ദിക്റും വചനവുമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത്തരം വചനവുമെല്ലാം ബാഹ്യമായി മതവിരുദ്ധമായി തോന്നാമെങ്കിലും അവയുണ്ടായവരുടെ കർമ്മങ്ങളെ ശരീഅത്തിൻ്റെ അളവുകോലിൽ നോക്കുമ്പോൾ മതവൃത്തത്തിൽ നിന്ന് പുറത്താക്കാനാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വചനത്തെ മതവൃത്തത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആളുകളെ പുറത്താക്കണോ വേണ്ടിയെന്ന് വേറെ തീരുമാനിച്ചോ? ഈ വചനങ്ങൾ പുറത്താണെന്ന് തീരുമാനിക്കാൻ ഒരു മുസ്ലിമിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് എത്ര വലിയ സൂഫി പഠിപ്പിച്ചാലും, എത്ര വലിയ മുസ്ലിയാർ പഠിപ്പിച്ചാലും, എത്ര വലിയ വലിയ പഠിപ്പിച്ചാലും അവൻ യഥാർത്ഥ വലിയല്ല, അവൻ യഥാർത്ഥ സൂഫിയല്ല, അവൻ യഥാർത്ഥ ശേഖല്ല. ഒരാൾ അനല്ലാന്ന് പറഞ്ഞു വന്നാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഹാ ഹൂ ഹീ ഹയ്യുൻ, ഇത് നല്ല ദിക്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചെല്ലിയാൽ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നിട്ടില്ല. അതൊരു ഷോർട്ട് ഫോം ആണത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഹാഹു ഹീ ഹയ്യുൻ അതിൻ്റെ ഷോർട്ട് ഫോം ആണെന്നാണ് പറയാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയ ഷോർട്ട് ഫോം പഠിപ്പിക്കേണ്ടതാരാ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലഖദ് ജാഅക്കും റസൂലുള്ളാഹി റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള, നിങ്ങളെ നന്നായി കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച അപ്രവാചകൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് പോലും ഭയപ്പെട്ട, നന്നാകാൻ വേണ്ടി, നമ്മൾ നന്നായി കാണാൻ വേണ്ടി ആഗ്രഹിച്ച റസൂലുള്ള പഠിപ്പിക്കാത്തൊരു ദിക്റോ, അവിടെ നിന്ന് പഠിപ്പിക്കാത്തൊരു ഷോർട്ട് ഫോമോ, അവിടെ നിന്ന് പഠിപ്പിക്കാത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹിയോ വേണ്ടെന്ന് പറയാൻ ജീവൻ്റെ ജീവനേക്കാളുപരി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങൾ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ദിക്ർ വേണ്ട, ഇത്തരം ചൂഷണത്തിൽ അധിഷ്ഠിതമായ ദിക്ർ ഹൽക്കകളും വേണ്ട, ചൂഷണത്തിൽ അധിഷ്ഠിതമായ നേർച്ചകളും വേണ്ട. ഇസ്ലാമിൽ നേർച്ചയുണ്ട്,
ഇസ്ലാമിൽ നേർച്ചയുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എന്താ നേർച്ച. നേർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾക്കുള്ള പരിചയമുള്ള നേർച്ച മുഴുവനും ഇസ്ലാമിലില്ലാത്തതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരിക്കലതാ പ്രവാചകൻ കടന്നു വരികയാണ്. പ്രവാചകൻ കടന്നു വരുമ്പോൾ ഒരാളതാ ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതാരാണെന്നുള്ള ചോദ്യത്തിന് അബൂ ഇസ്രായേൽ എന്ന് മറുപടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നദറ, അദ്ദേഹം നേർച്ചയാക്കിയിരിക്കുകയാണ്. അയ്യക്കൂമ, നിൽക്കാൻ വേണ്ടി നേർച്ചയാണ്. വലാ യഖൂദ, ഇരിക്കൂല എന്നാണ് നേർച്ചയാ. വെയിലത്ത് നിൽക്കും, ഒരിക്കലും ഇരിക്കുകയില്ല, ഒരിക്കലും തന്നെ സംസാരിക്കൂല, നോമ്പെടുക്കുകയാണ്. അങ്ങനെ 4-5 നേർച്ച ഒന്നിച്ചാണ്. അപ്പോൾ പ്രവാചകൻ പറയാണ്, അയാളോട് വെയിലത്തുനിന്ന് മാറി നിൽക്കാൻ പറ. അയാളോട് വല്യസ്തലില്ല, തണലത്തേക്ക് മാറി നിൽക്കാൻ പറ. ഫല്യത്തക്കല്ലം, സംസാരിക്കാൻ വേണ്ടി പറ. വല്യഖൂദ്, നിൽക്കാനല്ല ഇരിക്കാൻ വേണ്ടി പറ. ഇസ്ലാമിൽ അങ്ങനൊരു പുണ്യകർമ്മമില്ല. ഇസ്ലാമിലുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം നിർബന്ധമാക്കലാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, വല്യുത്തിമ്മ സൗമഹൂ, അവനവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഇസ്ലാമിൽ നോമ്പുണ്ട്, അത് പൂർത്തിയാക്കട്ടെ. അപ്പം ഇസ്ലാമിലില്ലാത്തൊരു നന്മ നിർബന്ധാക്കിയാൽ നേർച്ചയാവൂല. ജാറം മൂടാൻ നേർച്ചയില്ല, ചന്ദനത്തിരി കത്തിക്കാൻ നേർച്ചയില്ല. അതേപോലെ തന്നെ ഇസ്ലാമിലില്ലാത്തൊരു നേർച്ച നമ്മളതാക്കേണ്ടതില്ല. ഇനിയോ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തന്ദുറൂ, നിങ്ങൾ നേർച്ചയാക്കല്ലേ. ഫഇന്ന നദറ ലാ യുഗ്നി അനിൽ ഖദ്രി ശൈആ, അള്ളാഹിൻ്റെ ഖദർ തട്ടിമാറ്റാൻ നിങ്ങളുടെ നേർച്ചയെ കൊണ്ട് സാധ്യമല്ല. നമ്മൾ നേർച്ചയാക്കിയാണ്, എനിക്ക് വിസ കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കി. മാറാ രോഗം, എല്ലാ കാലവും ജലദോഷം, എപ്പോഴും കൈകാല് തളർച്ച, ഞാൻ നേർച്ചയാക്കുകയാണ് മടവൂരേക്ക്, ഞാൻ നേർച്ചയാക്കുകയാണ് ഏർവാടിയേക്ക്. അങ്ങനെ രോഗം മാറാൻ വേണ്ടി നേർച്ച, കുട്ടികളുണ്ടാകാൻ വേണ്ടി നേർച്ച, അങ്ങനെ ആവശ്യങ്ങൾ വീടാൻ വേണ്ടി നിങ്ങൾ നേർച്ചയാക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ളാഹിയുടെ വചനം മനസ്സിൽ വെച്ചോ, നിങ്ങളുടെ നേർച്ച കൊണ്ടൊരു ഫലവുമില്ല. ഇന്നമാ യുസ്തഖ്റജു മിനൽ ബഖീലി, പിശുക്കനാണെങ്കിൽ നിങ്ങളുടെ പൈസ അങ്ങ് പോകുന്നല്ലാതെ അല്ലാഹു നിങ്ങൾക്ക് രോഗം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ നേർച്ചയാക്കിയാലും നിങ്ങളുടെ രോഗം മാറൂല. അപ്പം ഇസ്ലാമിൽ നേർച്ചയുണ്ട്. ഒരു നല്ല കാര്യം നേർച്ചയാക്കാം. സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കിക്കോ. മക്കൾക്ക് പണം കൊടുക്കാനും സഹായിക്കാനും നേർച്ചയാക്കിക്കോ. പാവപ്പെട്ടവനെ സഹായിക്കാൻ നേർച്ചയാക്കിക്കോ. സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കിക്കോ. ഈ രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നേർച്ചയാക്കിക്കോ. ഉണ്ട്, പക്ഷേ അതൊരു കൈത് വെക്കണ്ട. എൻ്റെ രോഗം മാറാൻ എന്ന നേർച്ചയില്ല, വിസ കിട്ടാൻ എന്ന നേർച്ചയില്ല, ബുദ്ധിമുട്ട് നീങ്ങാൻ എന്ന നേർച്ചയില്ല. ആ നേർച്ച കൊണ്ട് ഇസ്ലാമിൽ ഫലമില്ലെന്ന് നമ്മൾ കണ്ടുപിടിച്ചതല്ല, ഏതെങ്കിലും പണ്ഡിതൻ്റെ ഉദ്ധരണിയല്ല, ഏതെങ്കിലും ശൈഖിൻ്റെ വാക്കല്ല. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെയുള്ള നേർച്ച കൊണ്ടൊരു ഫലവും ഇല്ല. പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് നേർച്ചയും നടത്തിക്കോളൂ. അല്ലാതെ ഇന്നത് കിട്ടാൻ വേണ്ടി എന്നുള്ള നേർച്ചയില്ല. അപ്പം ഇസ്ലാമിലുള്ള നേർച്ച ഇന്നതാണ്, എന്നാൽ ഇസ്ലാമിലില്ലാത്ത നേർച്ച ഇന്നതാണ്. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നേർച്ചയെ നമ്മൾ എതിർത്തിട്ടില്ല. എന്നാൽ ഖബറിങ്കൽ നേർച്ച എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ആളുകളെ ക്ഷണിച്ചു വരുത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലുള്ള ആരാധനകൾക്ക് മുഴുവനും പരസ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്ക്. ഇസ്ലാമിലൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ് എങ്കിൽ അതിന് പരസ്യം ആവശ്യമുണ്ടോ? നിങ്ങൾ വരുവിൻ, മഗ്രിബും ഇശാഉം അസ്റുമൊക്കെ ജമാഅത്തായി നിസ്കരിച്ചോളിന്ന് പരസ്യമില്ല. കാരണം അതുകൊണ്ട് ആളുകൾക്ക് വലിയ നേട്ടമൊന്നും കിട്ടാറില്ല. എന്നാൽ ഉറൂസുകൾക്ക് പരസ്യമുണ്ട്, നേർച്ചകൾക്ക് പരസ്യമുണ്ട്. കാരണം എന്താ? നിങ്ങളങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നന്മ കിട്ടിക്കോട്ടെ എന്നല്ല, നിങ്ങളുടെ പണം ആവശ്യമുള്ളവരാണ് ആ പരസ്യം ചെയ്യുന്നത് എങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ദ കീ ഓഫ് ദി ബിസിനസ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് ദ കീ ഓഫ് ബിസിനസ്. അത് ബിസിനസ്സിൻ്റെ താക്കോലാണ്. അതൊരു ബിസിനസ്സാണെന്ന് നമ്മൾ പറയാൻ കാരണം ഇസ്ലാമിൽ ഈ രൂപത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. കാരണം അത്തരം ആചാരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ഏതാണെന്നും ബിദ്അത്താണെന്നും ഏതാണെന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അപ്പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചോ, ആ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
പഠിപ്പിക്കാത്തത് മുഴുവനും മാറ്റി നിർത്തുകയും വേണം. ഖബറിലുള്ള ഇത്തരം ആഘോഷങ്ങളും ആചാരങ്ങളായാലും ഇനി അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളായാലും തൗഹീദിൻ്റെ വിഷയം പറയാതെ ഒരു പ്രദേശത്തുള്ള പ്രഭാഷണം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഏകദൈവ സിദ്ധാന്തത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം ഹനിക്കുന്ന രൂപത്തിൽ മാലകളിലും മൗലിദുകളിലും അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ കൂടിയുണ്ട്. അതും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകനോട് പാപമോചനം തേടുന്നു. ഇർതകബതു അലൽ ഖത്വ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഒരുപാട് പാപം ഞാൻ ചെയ്തു പോയി, അങ്ങയോടിതാ ശിക്കായത്ത് പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് തന്നെ പാപമോചനം തേടുന്ന വരികൾ മങ്കൂസിലുള്ളത് കൊണ്ട് ആ മങ്കൂസ് മൗലിദിലുള്ള ഈ പാപമോചനം ശരിയല്ല. കാരണം ഖുർആൻ ചോദിക്കുന്നത് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, നിങ്ങളുടെ പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണെങ്കിൽ ഇല്ലെന്നാണ് മുസ്ലിമീങ്ങൾ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് എൻ്റെ പാപം പൊറുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ഉത്തരം പറയുന്നവന് പിന്നെ മങ്കൂസ് മൗലിദ് ഓതാൻ സാധ്യമല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്നേഹിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന, ആ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന, മുഹീദ്ദീൻ ശേഖനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പിന്നെ മങ്കൂസ് ഓതാൻ പറ്റൂല. കാരണം എന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ചതെന്താ? വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നൊരിക്കലും മുഹീദ്ദീൻ ശേഖ് പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വചനമല്ലത്. അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കിതാബുകളിലുണ്ട്. ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു, ഫലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദി മിൻ ഖൽഖില്ലാ, സൃഷ്ടികളിൽ നിന്ന് ഒരാളടുത്തേക്കും നീ ശിക്കായത്ത് പറയാൻ പോകരുത്, പരാതി പറയാൻ പോകരുത്. കാരണം എന്താ? ഈ മഹാപ്രപഞ്ചത്തിൽ നിന്നെ സഹായിക്കാൻ വലാ ളാറ വലാ നാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ, നിനക്കൊരുപകാരം ചെയ്യുന്നവനോ നിനക്കൊരു ഉപദ്രവം ചെയ്യുന്നവനോ നിനക്കൊരുപകാരം കൊണ്ടത്തരാനോ നിനക്കൊരു ഉപദ്രവം തടുത്തു നിർത്താനോ അല്ലാഹുവല്ലാത്ത മറ്റൊരാളും ഇല്ല. അതുകൊണ്ട് ഫലാ തഷ്കുവന്ന, ആരോടും ശിക്കായത്ത് പറയണ്ട. അതുകൊണ്ട് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിയെ അങ്ങയോടിതാ പാപമോചനം തേടുന്നു. ആ പരാതി പറയുന്നു, ശിക്കായത്ത് പറയുന്നു എന്നുള്ള ശിക്കായത്ത് മുസ്ലിമേ നീ നടത്തരുതെന്ന് നമ്മുടെ നേതാവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് മങ്കൂസ് മൗലിദ് പാടൂല, അവൻ്റെ നാവിലൂടെ പ്രവാചകനോട് ശിക്കായത്ത് പറയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ നമസ്കാരത്തിന് ശേഷവും അവൻ പറയാറുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, പടച്ചവനെ നീ തന്നത് തടയാൻ ആളില്ല, നീ തടഞ്ഞത് തരാനും ആളില്ല. റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലുണ്ട്, അവൻ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും തന്നെ തരാനുമില്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കുക എന്നുള്ള അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിൽ നിന്ന് വഴിമാറിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ എന്തെല്ലാം ആചാരങ്ങളും അനാചാരങ്ങളൊക്കെയുണ്ടോ, എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ, ഏതെല്ലാം രൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ടോ, ഏതെല്ലാം രൂപത്തിലുള്ള സ്വലാത്തുകളുണ്ടോ, ഏതെല്ലാം രൂപത്തിലുള്ള ദിക്റുകളുണ്ടോ, ഇതൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നത് എല്ലാം തെറ്റാണ് എന്നുള്ള രൂപത്തിലല്ല. നമ്മൾ ചിലതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് അതിന് റസൂലുള്ളാഹിയുടെ മാതൃകയില്ലാത്തത് കൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിശോധിച്ചപ്പോൾ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശമല്ലാത്തത് കൊണ്ടാണ്, അത് സുന്നത്തിലോ ജമാഅത്തിലോ ഇല്ലാത്തത് കൊണ്ടാണ്, അത് ബിദ്അത്തിലേക്ക് മാറ്റപ്പെടേണ്ടതുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ ഒരാൾ സ്നേഹിക്കുകയാണെങ്കിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, ഈ റസൂലുള്ള ഏതൊക്കെ കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതിൽ നിന്നൊക്കെ വിരോധിച്ചോ മാറി നിൽക്കണം. റസൂലുള്ള പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, മുൻഗാമികളായ ആളുകളെ അല്ലാഹു ശപിക്കാനുണ്ടായ കാരണം
അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിനെ തന്നെ ആഘോഷ സ്ഥലമാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ടാണ് ശപിക്കാനുണ്ടായ കാരണം എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്, അമ്പിയാക്കൾ ഇനി വരില്ലല്ലോ, പിന്നെ വരുന്നത് മഹാന്മാരല്ലേ. അപ്പോൾ സാധാരണക്കാരൻ്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുത് എന്നല്ല, മഹാന്മാരുടെ ഖബർ തന്നെ ആരാധനാ കേന്ദ്രമാക്കിയാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണെങ്കിൽ, ഔലിയാക്കളല്ലേ എന്നുള്ളൊരു മാർഗം വെച്ചുകൊണ്ട് ആ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുവാനോ ഔലിയാക്കളോട് തേടുവാനോ ഔലിയാക്കൾ എന്ന രൂപത്തിൽ ആരാധനയിലേക്ക് എത്തിപ്പെടുവാനോ മുസ്ലിം സമൂഹം ഒരിക്കലും തന്നെ വഴിപ്പെട്ടു പോകരുത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലുള്ള സിയാറത്ത് നമ്മൾ ചെയ്യണം. ആ സിയാറത്ത് വഴിയായി മാറിപ്പോയിക്കൊണ്ട് ആ ഖബറിനെ കെട്ടി ഉയർത്തിക്കൊണ്ട് അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ, റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തോ മരണശേഷമോ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നൊരു സഹാബിയും തന്നെ റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ പോയി പ്രാർത്ഥിച്ചതായിട്ടൊരു രേഖയുമില്ല. അങ്ങനെ ആരെങ്കിലും ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് കള്ള ഹദീസുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം. കള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ധാരാളം അനാചാരങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട്, ശിർക്കൻ സമ്പ്രദായങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് മാറ്റി നിർത്തൽ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകളോട്, യഥാർത്ഥ സുന്നികളോട്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളോട് പറയാനുള്ളത്, റസൂലുള്ളാഹിയെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? റസൂലുള്ള പഠിപ്പിച്ചോട്ടെ, നമുക്ക് വിരോധമില്ല എന്നല്ല. റസൂലുള്ള പഠിപ്പിച്ചോ നമ്മൾ സ്വീകരിക്കുന്നുവെന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പാടുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന രൂപങ്ങൾ, ഇതൊക്കെ റസൂലുള്ള ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ? മാ തറക്തു മിൻ ഷൈഇൻ യുഖരിബുകും മിനൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗത്തിലെത്താനാണോ നിങ്ങളിതൊക്കെ പ്രവർത്തിക്കുന്നത്? എങ്കിൽ സ്വർഗത്തിലേക്കെത്താനുള്ള ഒന്നും തന്നെ പറയാതെ പ്രവാചകൻ വിട്ടുപോയിട്ടില്ലെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ള ചെയ്തിട്ടില്ലെങ്കിലും നല്ലതല്ലേ? അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുതുബിയത്ത് നല്ലതല്ലേ? അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മങ്കൂസ് നല്ലതല്ലേ? അവിടുന്ന് ഏകദേശം 20,000-ഓളം തവണ ജമാഅത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് ഒരു തവണയെങ്കിലും കൂട്ടമായി ദുആ ചെയ്തിട്ട് സ്വഹാബത്ത് ആമീൻ പറഞ്ഞിട്ട് ആ സഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു പണ്ഡിതനെങ്കിലും ഇത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഇല്ലെങ്കിലും നല്ലതല്ലേ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനൊരു ഉദ്ധരണിയില്ല എങ്കിൽ റസൂലുള്ള ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദിക്റും ദുആയും വേണ്ടെന്നല്ല, ഒറ്റക്കൊറ്റക്ക് ദിക്ർ ചൊല്ലിക്കോ, ഒറ്റക്കൊറ്റക്ക് ദുആയിരുന്നോ. ഇത് നമ്മൾ പ്രത്യേകമായി ജനങ്ങളെ പഠിപ്പിച്ചതല്ല. ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതും കാണാം. നമ്മളീ പറയുന്നതൊക്കെ അടിസ്ഥാനപരമായി റസൂലുള്ളാഹിയോട് സുന്നത്തിനോട് യോജിക്കുന്നു. ഒപ്പം മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പോലും രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും റസൂലുള്ള കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വനാസി അജ്മഈൻ. എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും ഈ പ്രവാചകനെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ലെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ സ്നേഹിക്കുക? കള്ളും കഞ്ചാവും കുടിച്ച് നടന്ന്, ഹാൻസും പാൻപരാഗം ചുണ്ടിൽ വെച്ച് നടന്ന്, ബിയറും ബ്രാൻഡിയും കുടിച്ച് നടന്ന്, തമ്പാടിത്തങ്ങൾ കളിച്ച് നടന്ന്, ആ രൂപത്തിലുള്ള ബലാത്സംഗങ്ങൾ നടത്തി നടന്ന്, ഭൂട്ടാൻ ഡാറ്റയുടെ 4000 വാങ്ങി നടന്ന്, ഹറാമിൻ്റെ മുതൽ തിന്നിട്ട്, ഹറാമിൻ്റെ പണത്തിന് പിറകെ പോയിട്ട്, സ്ത്രീധനമാകുന്ന ഹറാമിൻ്റെ കാശ് തിന്നിട്ട്, എന്നിട്ട് പറയാ എനിക്ക് റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ, കൊല്ലത്തിലൊരിക്കലൊരു മൗലിദ് നടത്തിയത് കൊണ്ട്, കൊല്ലത്തിലൊരിക്കലൊരു നബിദിനം കഴിച്ചത് കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നിൻ്റെ പരലോകം ഒരിക്കലും തന്നെ പ്രകാശപൂരിതമാവുകയില്ല. നിന്റെ പരലോകം ഒരിക്കലും നിന്നെ വിജയിക്കുകയില്ല. ദുനിയാവിൽ നിനക്ക് എങ്ങനെയും നടക്കാം. അള്ളാഹു ഒരിക്കലും തന്നെ വിധിവിലക്കുകൾ ദുനിയാവിൽ പെട്ടെന്ന് അവനെ ശിക്ഷിക്കുന്ന രൂപത്തിലാക്കിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലും നിന്റെ കർമ്മഫലം ലഭിക്കുന്ന പരലോകത്തെത്തുമ്പോൾ നിന്റെ നിസ്കാരം സ്വീകരിക്കണ്ടേ, നിന്റെ സ്വലാത്തുകൾ സ്വീകരിക്കണ്ടേ, നിന്റെ ദിക്റുകൾ സ്വീകരിക്കണ്ടേ, നിന്റെ നന്മകൾ സ്വീകരിക്കണ്ടേ, നീ ചെയ്ത ഹജ്ജുകൾ സ്വീകരിക്കണ്ടേ, നീ ചെയ്ത സക്കാത്തുകളും സ്വതക്കകളും സ്വീകരിക്കണ്ടേ. അതിനാദ്യം വേണ്ടത് തൗഹീദിൽ അടിയുറച്ചൊരു ജീവിതമാണ്. മുത്തുനബിയോട് പോലും അള്ളാഹു പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹബൻതന്ന അമലുക. പ്രവാചകരെ, നിനക്ക് മാത്രമല്ല നിന്റെ മുൻഗാമികളായ എൻ്റെ മഹത്തുക്കളായ ഹബീബിങ്ങളായ മുർസലീങ്ങളോടും അമ്പിയാക്കളോടും ഞാൻ പറഞ്ഞത്, നിങ്ങളെങ്ങാനും ശിർക്ക് വച്ചാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ നോമ്പെടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരൊറ്റ കാര്യം മതി, നിങ്ങളുടെ എല്ലാ നന്മകളും പൊളിഞ്ഞുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് രക്ഷപ്പെടണോ, തൗഹീദിൽ അടിയുറച്ചൊരു ജീവിതം, അപ്പം കർമ്മങ്ങൾ സ്വീകരിക്കണോ. റസൂലുള്ളാഹി പറയാണ്, നരകത്തിൽ നിന്ന് ദൂരത്താക്കുന്ന ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല, ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷിച്ചോളൂ, പഠിച്ചോളൂ. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണെങ്കിൽ നമുക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ രക്ഷയില്ല. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. സുന്നത്തിൻ്റെയും വിദേഹത്തിൻ്റെയും വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതൊന്നോ രണ്ടോ കാര്യമോ കാരണമോ പറഞ്ഞാൽ തീരുന്നതല്ല. അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ മാനദണ്ഡം ഒത്തുവന്നാൽ നമുക്ക് ഏത് കാര്യവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അല്ല മൗലവി, നിങ്ങളെ മൗലവി എന്ന് വിളിക്കുന്നത് ഇസ്ലാമിൽപ്പെട്ടതാണോ, അത് ബിദ്അത്തല്ലേ? നിങ്ങൾ മൈക്ക് വെച്ചില്ലേ, അത് ബിദ്അത്തല്ലേ? നിങ്ങളുടെ പള്ളിക്ക് മിനാരമില്ലേ, അത് ബിദ്അത്തല്ലേ? ഇങ്ങനെ പുതിയ പുതിയ നിങ്ങൾ കാറിൽ സഞ്ചരിക്കുന്നില്ലേ, ബിദ്അത്തല്ലേ? നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാറില്ലേ, ബിദ്അത്തല്ലേ? ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, സുന്നത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും നിർവചനങ്ങളിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലുള്ള ആചാരമെന്നുള്ള രൂപത്തിൽ, കൂലി ലഭിക്കുമെന്നുള്ള രൂപത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കണം. മൗലവി എന്ന് വിളിക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമല്ല. ബസ് യാത്ര ചെയ്താൽ അതിന് പ്രത്യേക കൂലി ഉണ്ടെന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ ഭൗതികമായ ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആചാരങ്ങളെന്ന് പറഞ്ഞിട്ട് ആളുകൾ കൊണ്ട് ചെയ്യിക്കുന്ന കൂലി കിട്ടും ചൊല്ലിക്കോ നാരിയത്ത് സലാത്ത്, കൂലി കിട്ടും ചൊല്ലിക്കോ മങ്കൂസ് മൗലിദ്, കൂലി കിട്ടും ചൊല്ലിക്കോ കുത്തുബിയത്ത് എന്ന രൂപത്തിൽ പഠിപ്പിക്കുന്ന അനാചാരങ്ങളെ ന്യായീകരിക്കാൻ നമുക്കൊരിക്കലും തന്നെ അവകാശമില്ല. ഒരിക്കലും തന്നെ പഴുതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ 6ഓളം സ്ഥലങ്ങളിൽ ഉദ്ധരിക്കുന്നൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഏതാണ് ആ ഹദീസ്? പ്രവാചകനതാ ഹൗദുൽ കൗസർ മുക്കിത്തരികയാണ്. ആർക്കാ മുക്കിത്തരുന്നത്? ലോകത്തിലുള്ള ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ മനുഷ്യരുണ്ട്. ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ മനുഷ്യരുണ്ട്. അതിൽ ജാതി വിവേചനമില്ല, വർഗവിവേചനമില്ല, ദേശഭാഷ വ്യത്യാസമില്ല. കോടാനുകോടി മനുഷ്യരെ ദൈവത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ദൈവത്തിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്മാർ വന്നിരുന്നുവല്ലോ. ഇന്ത്യക്കാർക്ക് പ്രത്യേക ദൈവമല്ല, ആഫ്രിക്കക്കാർക്ക് പ്രത്യേക ദൈവമല്ല, എല്ലാവർക്കും ഒരേ ഒരു ദൈവമെന്ന് പഠിപ്പിച്ചു കൊടുത്തല്ലോ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. കൂട്ടത്തിലൊരു വിഭാഗത്തിന് പ്രവാചകൻ്റെ ഹൗദുൽ കൗസർ ലഭിക്കും, അവിടുത്തെ വിശുദ്ധ പാനീയം ലഭിക്കും. സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് വിയർക്കുന്ന ആളുകൾക്ക് പാനീയം ലഭിക്കുന്നതാണ്. അങ്ങനെ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദൈവാരാധന നടത്തിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റിയ ആളുകൾ അവർക്ക് പ്രത്യേകമായിട്ടിങ്ങനെ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ മുഹമ്മദ് നബിയുടെ അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകളെ തന്നെ മാറ്റി നിർത്തപ്പെടുകയാണ്, അവർക്കിടയിൽ മറയിടപ്പെടുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഉമ്മത്തി, അവരെൻ്റെ അനുയായികളാണല്ലോ, അവരെൻ്റെ അനുയായികളാണല്ലോ, അവരിൽ വുദൂഇൻ്റെ അടയാളങ്ങളുണ്ട്. പക്ഷേ റസൂലുള്ളാഹിയോട് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്തേ ഇവർക്ക് വെള്ളം കൊടുക്കാത്തത്? എന്തേ ഇവർക്ക് ഈ പാനീയം കൊടുക്കാത്തത്? ദാഹിച്ച് വലയുന്ന ആളുകളല്ലേ, അവർ വുദൂ ചെയ്ത അടയാളങ്ങളില്ലേ ഉണ്ട്. പക്ഷേ എന്തേ അവർ ചെയ്ത തിന്മ? അവർ സക്കാത്ത് കൊടുക്കാത്തവരല്ല,
അവരെ സംബന്ധിച്ചിടത്തോളം ഭൂട്ടാൻ ഡാറ്റ ലോട്ടറിയിലുള്ള 4000-ന് ഓടി നടന്നവരല്ല, ബിയറും ബ്രാൻഡിയും കുടിച്ചു നടന്നവരല്ല, അവർ പലിശ ഭുജിച്ചവരല്ല, അവർ മോഷണത്തിൽ പ്രതികളല്ല, ഹാൻസും പാൻപരാഗും രുചിച്ചുകൊണ്ട് മദ്യപാനത്തിലേക്ക് പോയവരല്ല. ഈ ജാതി തമ്മാടിത്തങ്ങൾ കാണിച്ചവർക്ക്, പലിശയുടെ ഭക്ഷണം ഭക്ഷിച്ചവർക്ക് കത്തിജ്വലിക്കുന്ന നരകശിക്ഷ വേറെ ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് നരകശിക്ഷ വേറെയുണ്ട്. ഇവർ ചെയ്തത് എന്താണെന്നറിയുമോ? പ്രവാചകനോട് പറയപ്പെടുന്നു, ഇന്നകലാ തദ്രീമാ അഹദസൂ ബഅദക, പ്രവാചകരെ താങ്കൾക്ക് ശേഷം അവർ ദീനിൽ പലതും കൂട്ടിയുണ്ടാക്കിയിട്ടുണ്ട്, അത് താങ്കൾ അറിയില്ല. മതമാന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമാന്ന് പറഞ്ഞുകൊണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട്. അവർ പല രൂപത്തിലുള്ള ആചാരം പ്രവർത്തിച്ചിട്ടുണ്ട്, പല രൂപത്തിലുള്ള ദിക്റുകളും സലാത്തുകളും ചൊല്ലിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി എന്താ പറയാ? റസൂലുള്ളാഹി അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയതല്ലേ പ്രിയപ്പെട്ടവരെ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, അത് നമ്മുടെ കൽപ്പനയില്ലാത്തതാണെങ്കിൽ അതങ്ങ് തള്ളപ്പെടും, നമ്മുടെ കാലത്തില്ലാത്തതാണെങ്കിൽ തള്ളപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെങ്കിലും നല്ലതല്ലേ, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നല്ലതല്ലേ, അവിടുന്ന് കാണിച്ചെന്നിട്ടില്ലെങ്കിലും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഫഹുവ റദ്ദുൻ, അത് സ്വീകാര്യമല്ലെന്ന് പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റസൂലുള്ളാഹി തരുന്ന മറുപടി എന്താണെന്നറിയോ? സുഹക്കൻ സുഹക്ക, നിങ്ങൾക്കെൻ്റെ വെള്ളം കുടിക്കാൻ അർഹതയില്ല, നിങ്ങൾക്ക് ഈ ഹൗദുൽ കൗസർ കുടിക്കാൻ അർഹതയില്ല, നിങ്ങളങ്ങ് മാറിപ്പോയിക്കോ, നിങ്ങളങ്ങ് ദൂരേക്ക് പോയിക്കോ, എൻ്റെ ഈ ഹൗദുൽ കൗസർ കുടിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ലെന്ന് പറയുമ്പോൾ ദീനാന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്ലാമാന്ന് പറഞ്ഞുകൊണ്ട്, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം പുത്തൻ ആചാരങ്ങൾ ചെയ്തോ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതൊന്നും പ്രവാചകൻ്റെ ഹൗദുൽ കൗസറിന് ലഭിക്കുവാൻ നമുക്ക് അർഹമാക്കുകയില്ല. ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റപ്പെടാൻ അത് കാരണമാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് തിരിച്ചു വന്നോ, ബിദ്അത്തുകളെ ഒഴിവാക്കിക്കോ, തൗഹീദിൽ അടിയുറച്ച വിശ്വാസം വെച്ച് പുലർത്തിക്കോ, സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കോ, സുന്നത്തിനെ ജീവിതത്തിൽ സ്നേഹിച്ചോ, അങ്ങനെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം സ്വീകരിച്ച് ജീവിച്ചോ, എങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘിപ്പിക്കുന്നില്ല, ഇസ്ലാമികമായിട്ടൊരു കാര്യം ശരിയാകണമെങ്കിൽ അതിന് പ്രമാണത്തിൻ്റെ പിൻബലം വേണം. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളൊന്ന് പരിശോധിക്കുക, അതിനൊരു സമയം കണ്ടെത്തുക, അതേ സൂചിപ്പിക്കാനുള്ളൂ. ബാക്കി എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വയത് കേൾക്കണ്ട, പ്രസംഗം കേൾക്കണ്ട, ഖുതുബ കേൾക്കണ്ട, സമ്മേളനത്തിന് പോകണ്ട എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ എന്തേ നമ്മൾ ചെയ്തു പോയ തെറ്റ്? ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതാണോ? അത് മാത്രം പിൻപറ്റണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പഠിക്കുക, നമ്മൾ ചെയ്യുന്നതും പ്രവാചകൻ പഠിപ്പിച്ചതും അത് രണ്ടും ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയികളാണ്. അല്ല എങ്കിൽ രക്ഷപ്പെടാൻ മാർഗമില്ല. ആരും നമ്മളെ രക്ഷപ്പെടുത്താത്ത പരലോകം ഒരാളുണ്ടാവില്ല. ഒരു തുരീക്കത്തിൻ്റെ ഷേഖും ഒരു ഉസ്താദും ഒരു മൗലവിയും ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡൻറ്റും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ല. അവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങൾ അവനവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയണം. ഞാൻ ചൊല്ലിയത്, ഞാൻ പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് കൊണ്ടാണ് റബ്ബേ എന്ന് പറയാൻ നമ്മളൊന്ന് പഠിക്കണം. അതിനോ ഏറിയ കൂറും വിദഅത്തിലേക്ക് ആളുകൾ പോയത് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്കൊന്നും പഠിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പമാരൊക്കെ ചെയ്തത് മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യമൊക്കെ ശരിയാണോ? ശരിയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളണം. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബുനാമാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പമാരത് ചെയ്തത് മതി എന്ന് പറയുന്നവർ മുസ്ലിങ്ങളല്ല, അവർ സത്യവിശ്വാസികളല്ല. സത്യവിശ്വാസികൾ എന്താ പറയേണ്ടത്? അള്ളാഹുവും പ്രവാചകരും പഠിപ്പിച്ചത് മതി, ഖുർആനും സുന്നത്തും മതി. അതുകൊണ്ട് ഇതിലേക്കാണ് മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനം നടത്തുന്നത് ആൾക്കൂട്ടത്തിൻ്റെ ആധിക്യം കാണിക്കാനല്ല. അതുകൊണ്ട് തന്നെ പഠിക്കുവാനുള്ള വേദിയാണ് ഈ സമ്മേളനം. വരാം, വിലയിരുത്താം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് അതനുസരിച്ചാണ് പറയുന്നതെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ക്ഷണിക്കുകയാണ് വയനാട്ടിലേക്ക്. ഇത് പഠിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. മറുവിഭാഗം പറയും പോലെ
നിങ്ങൾ അവരത് കേൾക്കരുത് പഠിക്കരുത് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം പഠിക്കുമ്പോൾ ഉരുത്തിരിയുന്ന യഥാർത്ഥ സത്യത്തിൻ്റെ വഴി, അത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആ വഴിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതനുസരിച്ച് ജീവിക്കാം. ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്രബോധനത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. അതുകൊണ്ട് സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുവാനും ബിദ്അത്തിനെ അകറ്റി നിർത്തുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശം എന്താണെന്ന് നമ്മൾ പഠിക്കുക, അതിന് സമയം കണ്ടെത്തുക. മരിച്ചുപോയ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വർഗത്തിലെത്താൻ ആ പഠനവും ആ ജീവിതവും മാത്രമേ നമുക്ക് വഴിയൊരുക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വീകരിക്കുന്ന സാലിഹായ അമലാക്കി തീർക്കണേ നാഥാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് നല്ലവരായ ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥാ. പടച്ചവനെ, സംഘടനയുടെ സങ്കുചിതത്വമില്ലാതെ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിക്കൊണ്ട് നിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.